ടോട്ടൽ നമ്മളിത് ഫുള്ള് മൊത്തവും കൂടെ നമ്മൾ കൂട്ടി നോക്കി കഴിച്ചുമ്പോൾ 1 ലക്ഷത്തി, കാരണം എന്ന് വെച്ചാൽ ശരിക്കും ഇതൊരു ഡെഡ് മണിയാണ്. ഹായ്, നമസ്കാരം. അങ്ങനെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഒരു 2 ആഴ്ചയായിട്ട് ഞാൻ വീഡിയോ ഒന്നും ചെയ്യാതെ മടി പിടിച്ച് അങ്ങനെ ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ലോക്ക്ഡൗൺ ഒക്കെ ആയിരുന്നു. അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് കുറച്ച് ഇളവും കാര്യങ്ങളെല്ലാം കിട്ടിയതുകൊണ്ട് നമ്മൾ ബിസിനസ്സിലേക്ക് തന്നെ സജീവമായി നേരെ ഷോപ്പിലേക്ക് പോയി. അപ്പോൾ അതിൻ്റെ കുറേ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങ് പോകുമായിരുന്നു. നമുക്ക് വീഡിയോ ചെയ്യൽ അങ്ങനെ നടന്നില്ല. മടി എന്ന് പറയുന്നത് തന്നെയാട്ടോ നമ്മുടെ മെയിൻ വിഷയം. അത് ഇപ്പോഴും ഉണ്ട്. എന്നാലും നമ്മൾ 2 ആഴ്ചത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമ്മൾ യൂട്യൂബിലേക്ക് അങ്ങ് സജീവമാകാൻ പോകണം. ഞാൻ വ്ളോഗിങ്ങിന് വേണ്ടി എന്തൊക്കെ ഐറ്റംസ് ആണ്, അതായത് എന്തൊക്കെ ഇക്വിപ്മെന്റ്സ് ആണ് ഞാൻ ഇതുവരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തണം എന്ന് തോന്നി കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം. ഞാൻ യൂട്യൂബിലേക്ക് വന്നത് 2015 ഞാൻ യൂട്യൂബിലേക്ക് വരുന്നത് കേട്ടോ. അപ്പോൾ ആ സമയത്തൊന്നും യൂട്യൂബിൽ നമ്മൾ അക്കൗണ്ട് ഉണ്ട്, നമ്മൾ വീഡിയോ ഇടും, പക്ഷെ നമ്മൾ അതിനൊന്നും ഒരു അത്ര സീരിയസ് ആയിട്ടൊന്നും കണ്ടിട്ടില്ല. നമ്മൾ ചുമ്മാ ഫോണിൽ വീഡിയോ എടുക്കുന്നു, ഷൂട്ട് ചെയ്യുന്നു, ഇടുന്നു, ആ ഒരു മെത്തേഡ് മാത്രമായിരുന്നു ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. 2015 കാലഘട്ടത്തിലൊക്കെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ സാംസങ്ങിന്റെ ഗ്രാൻഡ് 2 എന്ന് പറഞ്ഞ ഫോണിൽ. ആ സമയത്തൊക്കെ ഭയങ്കര ഡിമാൻഡായിരുന്നു. അതായിരുന്നു ഞാൻ 2015 ഉപയോഗിച്ചിരുന്ന ഫോൺ. വ്ളോഗിങ്ങിന് വേണ്ടി മേടിച്ചൊരു ക്യാമറ ആയിരുന്നില്ല, നമ്മുടെ ഫോൺ ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ പറയാൻ പോകുന്നത് 2017 തൊട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത് കേട്ടോ. ശരിക്കും യൂട്യൂബിൽ ഞാൻ ശരിക്കും സജീവമായി എന്ന് വെച്ചാൽ യൂട്യൂബിനെ കുറച്ചും കൂടി ഒരു സീരിയസ് ആയിട്ട് കണ്ടത് 2017 കേട്ടോ. അപ്പോൾ 2017 തൊട്ടുള്ള ഞാൻ മേടിച്ച് കൂട്ടിയ ഇക്വിപ്മെന്റ്സ് എല്ലാം നമുക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഗ്രാൻഡ് 2, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ആദ്യം ഉപയോഗിച്ചത് ഗ്രാൻഡ് 2. അപ്പോൾ ഗ്രാൻഡ് 2ന്റെ വീഡിയോ ക്വാളിറ്റിയും കാര്യങ്ങളെല്ലാം നമുക്ക് അത്ര ഒരു കോൺഫിഡൻസ് കിട്ടുന്നില്ല. അത് മാത്രമല്ല നമുക്ക് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ വല്ലതും ഷെയ്ക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തേക്കാം എന്ന് വിചാരിച്ച് ഞാൻ വ്ളോഗിന് വേണ്ടി ആദ്യം മേടിച്ച ഇക്വിപ്മെന്റ് സാംസങ്ങിന്റെ തന്നെ സാംസങ് S8 ആട്ടോ. ഞാൻ മേടിച്ചത് 54,000 രൂപ റേറ്റിനാട്ടോ ഞാൻ മേടിച്ചത്. ഇപ്പോൾ ഈ ഒരു മാർക്കറ്റിലെ S8ന് ഒരു 40 താഴെയുള്ളൂ കേട്ടോ ഇപ്പോഴത്തെ റേറ്റ്. അത് 37,000 രൂപ ആ റേറ്റാണ്ട് ഇപ്പോഴുള്ളൂ കേട്ടോ. അപ്പം S8 നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴും നമുക്ക് സ്റ്റെബിലൈസേഷൻ നമ്മുടെ S8 പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിലും നമുക്ക് അതിൽ അത്രയൊരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു കേട്ടോ. എന്നാലും നമുക്കൊരു സംതൃപ്തി ഇല്ലായിരുന്നു. S8 ഒന്ന് ബെറ്റർ ആക്കിയേക്കാം എന്ന് വിചാരിച്ചത് സ്വന്തമായിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു സാധനമാണിത്. അതായത് PVC പൈപ്പ് ആട്ടോ. അതായത് ഇതിൻ്റെ അകത്ത് നമ്മൾ മണൽ നിറച്ച് വെച്ചിരിക്കുകയാണ്, അത് ബാലൻസിങ്ങിന് വേണ്ടി. അതായത് ഇതിലേക്ക് നമ്മൾ നമ്മുടെ സ്റ്റിക്കില്ല, അതായത് സെൽഫി സ്റ്റിക്കിന്റെ സ്റ്റാൻഡില്ലേ മേളത്തെ എന്നാ പറയുന്നത്, ആ സാധനം നമ്മൾ ഇതിലേക്ക് തിരിച്ച് കയറ്റി വെക്കും. അതിനുശേഷം ഫോൺ ഹാൻഡിൽ ചെയ്ത് നമ്മൾ ഷൂട്ട് ചെയ്യും. അങ്ങനെയായിരുന്നു നമ്മൾ ആദ്യം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇത് ഉപയോഗിച്ച് കുറേ നാൾ കഴിഞ്ഞപ്പം ഇത് നമുക്കൊരു ഭാരമായിട്ട് തോന്നി. കാരണം നല്ല വെയിറ്റ് ഉണ്ട്. അത് മാത്രമല്ല നമുക്ക് പബ്ലിക്കിലേക്കൊക്കെ നമുക്കൊരു വീഡിയോ ഷൂട്ട് ചെയ്യണമെങ്കിൽ ഇതും പിടിച്ചുകൊണ്ട് ഇങ്ങനെ ഇറങ്ങുന്നത് നമുക്കൊരു കുറച്ചിൽ എന്നൊരു സംഭവത്തിലേക്ക് വന്നു. അതിനുശേഷം നമ്മൾ ഇത് പതുക്കെ അങ്ങ് ഒഴിവാക്കി. ഇതിപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ബഡ്ജറ്റിൻ്റെ കൂടെ നമ്മൾ കൂടുന്നില്ല, ജസ്റ്റ് നിങ്ങളോടൊന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞു. നമുക്കിപ്പോൾ ഈ പുറത്ത് നല്ല കാറ്റുള്ള സ്ഥലത്തൊക്കെയാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഇൻഡോർ എന്തെങ്കിലും ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാനൊക്കെ കുറച്ചും കൂടെ വോയിസ് ഒന്ന് ബെറ്റർ ആക്കണം എന്ന് വിചാരിച്ച് ഞാൻ ബോയുടെ ഒരു മൈക്ക് മേടിച്ചിട്ടോ. ഈ മൈക്കിന് ഞാൻ മേടിച്ച റേറ്റ് എന്ന് പറഞ്ഞാൽ 1,200 റേറ്റാണ്. നമ്മുടെ എറണാകുളത്തുള്ള ട്രേഡേഴ്സ് നടക്കും ഇത് മേടിച്ചാൽ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പം പിന്നെ നമ്മുടെ മനസ്സിലേക്കൊരു തോന്നൽ, അതായത് S8-നേക്കാളും ക്വാളിറ്റി കുറച്ചും കൂടി ഒന്ന് ബെറ്റർ ആക്കിയാലോ എന്നൊരു ആലോചന. അങ്ങനെയാണ് നമ്മൾ അവിടെ നിന്നും പതുക്കെ ഒന്ന് മാറിയിട്ട് ഒരു DSLR മേടിച്ചു. DSLR എന്ന് വെച്ചാൽ സോണി ആൽഫ A52Y ആണ് മേടിച്ചത്. സോണി ആൽഫ A52Y അങ്ങനെ ഒരു ക്യാമറ മേടിച്ചു. അതിൻ്റെ കൂടെ നമുക്ക് ലെൻസും കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂടിയ റേറ്റ് എന്ന് പറയുന്നത് 39,500 ആ റേറ്റാണ് നമ്മുടെ DSLR-നായിട്ടോ. അപ്പം ഇതിൻ്റെ കൂടെ നമ്മൾ ശരിക്കും കഴിഞ്ഞാൽ കുക്കിംഗ് വീഡിയോ അങ്ങനെ എന്തെങ്കിലും വീഡിയോസ് നമ്മൾ ചെയ്യുവാണെങ്കിൽ ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചാണ് നമ്മൾ DSLR എടുത്തത്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ മേടിച്ച സംഭവമാണ് ട്രൈപോഡ്. ട്രേഡേഴ്സ് ആ സമയത്ത് എടുത്ത റേറ്റ് എന്ന് പറഞ്ഞാൽ 1,100 ആ റേറ്റാണ് നമ്മൾ ട്രൈപോഡിനായിട്ടോ. അതിനുശേഷം അപ്പോൾ നമുക്ക് ക്യാമറ ഉണ്ടെങ്കിലും ഇപ്പോൾ DSLR-നെ വെച്ച് നമുക്ക് അഡീഷണൽ കൊടുത്താൽ നമ്മൾ ലൈറ്റ് നല്ലപോലെ കൊടുത്താൽ മാത്രം നമുക്ക് ക്വാളിറ്റി ബെറ്റർ ആവുള്ളൂ, അതെല്ലാവർക്കും അറിയാം. അപ്പോൾ നമുക്കൊരു ലൈറ്റ് സ്റ്റാൻഡ് മേടിച്ചു. അത് കുറച്ചുകൂടെ ക്വാളിറ്റി ബെറ്റർ ആക്കണം, കുറച്ചുകൂടെ ലൈറ്റിങ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കൊടുക്കണം എന്ന് വിചാരിച്ച് നമ്മളൊരു ലൈറ്റ് സ്റ്റാൻഡ് മേടിച്ചു. ഇപ്പോൾ ഇതും ഒരു 1,200-ഓളം റേറ്റ് നമുക്ക് ഇതിനും ആയിട്ടുണ്ട് കേട്ടോ. ലൈറ്റിൻ്റെ സ്റ്റാൻഡ് മാത്രം പോലും നമുക്ക് ലൈറ്റും വേണ്ടേ, അങ്ങനെ നമ്മളൊരു ലൈറ്റ് മേടിച്ചു. അതിപ്പോഴും ഓപ്പോസിറ്റ് ഇരിക്കുന്ന കേട്ടോ. ആ ലൈറ്റിന് നമുക്ക് വന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ 1,500 സംതിങ് ആയിട്ടോ ആ ഒരു ലൈറ്റ്, അതായത് 500 വാട്ടിൻ്റെ ലൈറ്റാണ്. ഓക്കെ, അങ്ങനെ
എത്ര സാധനങ്ങൾ നമ്മൾ മേടിച്ചു. അങ്ങനെ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്ത് അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ അങ്ങ് മുമ്പോട്ട് പോവുകയാണ്. അതിനുശേഷം നമുക്ക് കുക്കിംഗ് വീഡിയോയിലേക്ക് അല്ലെങ്കിൽ ഇൻഡോർ വീഡിയോയിൽ അങ്ങനെ സജീവമാകാൻ സാധിച്ചില്ല. അതിനുശേഷം നമ്മൾ വീണ്ടും നമ്മുടെ എസ്ഐഡിലേക്ക് തന്നെ നമ്മൾ വീണ്ടും തിരിച്ചു വന്നു. അതായത് ട്രാവൽ വീഡിയോ ചെയ്യാൻ വേണ്ടി വീണ്ടും നമ്മൾ എസ്ഐഡിലേക്ക് തിരിച്ചു വന്നു. അന്നേരം നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ന് പറഞ്ഞത് നമുക്ക് സ്റ്റെബിലൈസേഷൻ ശരിയാവുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ മെയിൻ വിഷയം. അതിനുശേഷം നമ്മൾ CN സ്മൂത്ത് 4 സ്റ്റെബിലൈസേഷൻ കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ വേണ്ടി നമ്മുടെ CN സ്മൂത്ത് 4 മേടിച്ചു. ഇതിനിപ്പം ഇതും വീട്ടേഴ്സ് നിന്നാണ് മേടിച്ചത്. ഇതിൻ്റെ വില 9500 സംതിങ് ആയിട്ടോ നമ്മൾ മേടിച്ചു. റേറ്റ് 9500 രൂപയായി ഇതെടുത്തപ്പോൾ. അപ്പം ഇതുമായിട്ടായിരുന്നു പിന്നെ ഒരു 5-6 മാസത്തോളം നമ്മുടെ S8ഉം ഇതും വെച്ച് മാക്സിമം വീഡിയോ അങ്ങ് ചെയ്ത് അങ്ങ് മുമ്പോട്ട് പോയി കഴിഞ്ഞപ്പോൾ പിന്നെയും നമ്മുടെ മനസ്സിൽ പിന്നെ നമ്മുടെ എന്ന് വെച്ചാൽ ഓരോ വീഡിയോ കഴിയുമ്പോൾ കുറച്ചും കൂടെ ബെറ്റർ ആക്കണം, ഇതാണ് നമ്മുടെ മനസ്സിൽ, വേറെ ഒന്നുമില്ല. അപ്പോൾ എനിക്ക് തോന്നി ഇതൊന്നും മാറ്റി പിടിച്ചേക്കാം. അങ്ങനെ നമ്മൾ ഗോപ്രോ എടുത്തു. ഗോപ്രോയിലാണ് നമ്മൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഗോപ്രോ ഞാൻ എടുത്ത എമൗണ്ട് എന്ന് പറയുന്നത് അത് ശരിക്കും ഗോപ്രോ ഇറങ്ങിയ ഒരു സമയത്ത് തന്നെ പോയി പർച്ചേസ് ചെയ്ത് കേട്ടോ. അതും നമ്മൾ വീട്ടിൽ നമ്മൾ പർച്ചേസ് ചെയ്തത്. അത് നമുക്ക് ടോട്ടൽ അതായത് കുറച്ച് ഓഫറും കാര്യമൊക്കെ ഉണ്ടായിരുന്നു ആ ഇറങ്ങിയ സമയത്ത്. അത് നമ്മൾ എടുത്തത് 34,000 രൂപ 34,000 രൂപയ്ക്കാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. അപ്പം ഗോപ്രോ എടുത്തു. പിന്നെ നമ്മൾ വീഡിയോ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് സ്റ്റോറേജ് നമുക്ക് പോരാ എന്ന് തോന്നി ഒരു 1 TB ഹാർഡ് ഡിസ്കും കൂടി അങ്ങ് മേടിച്ചു. ഇതിൻ്റെ വില 4,000 രൂപ. ഓക്കെ, ഇത്ര എക്യുപ്മെൻ്റ് ഒക്കെയാണ് നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് കേട്ടോ. പിന്നെ പറയാതെ പോയ ഒരു കാര്യം കൂടിയുണ്ട്. അതായത് നമ്മുടെ ഈ S8 മേടിച്ച കാലഘട്ടത്തിൽ, അതായത് 2017 കാലഘട്ടത്തിൽ. അപ്പോൾ അതിന് മുമ്പ് S8 എടുത്ത കാലഘട്ടത്തിലൊക്കെ ഒരു 5-6 മാസം നമ്മൾ ഫോണിലൊക്കെ വീഡിയോ എഡിറ്റ് ചെയ്ത് അങ്ങനെ ഇട്ടോട്ടിരുന്നു. എന്നാലും നമുക്ക് ഒരു ഫോണിൽ ഇട്ടപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഒന്ന് എഡിറ്റിംഗ് ഒന്ന് ബെറ്റർ ആക്കണം എന്ന് തോന്നി. അപ്പം നമുക്ക് സിസ്റ്റം വേണമല്ലോ. അതുകൊണ്ട് നമ്മളൊരു കമ്പ്യൂട്ടർ എടുത്തു. അന്ന് നമ്മൾ മേടിച്ച റേറ്റ് 27,000 രൂപ റേറ്റിലാണ് നമ്മൾ കമ്പ്യൂട്ടർ മേടിച്ചിട്ട്. ടോട്ടൽ നമ്മളിത് ഫുള്ള് മൊത്തവും കൂടെ നമ്മൾ കൂട്ടി നോക്കി കഴിച്ചുമ്പോൾ 1,80,000 രൂപ. അതായത് യൂട്യൂബിൽ ഒരു വീഡിയോ ചെയ്യുന്നതിന് വേണ്ടി ഞാൻ മുടക്കിയ എമൗണ്ട് കേട്ടോ 1,80,000 രൂപ. ഇപ്പം ഞാൻ എന്തുകൊണ്ട് ഈ ഒരു വീഡിയോ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും പുതിയതായിട്ട് ഒരുപാട് ആളുകൾ അത് പിള്ളേര് തൊട്ട് ഒരുപാട് ആളുകൾ ഈ യൂട്യൂബിലേക്കും ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കടന്നു വരുന്നുണ്ട്. പക്ഷേ അവരോട് പറയാനുള്ള ഏറ്റവും വലിയ ഉപദേശം എന്ന് പറഞ്ഞാൽ, ഒരു പുതിയ ആളാണെങ്കിൽ, പുതിയൊരു യൂട്യൂബർ ആണെങ്കിൽ ഒരു കാരണവശാലും ഞാൻ ഈ കാണിച്ചൊരു മണ്ടത്തരം ഒരിക്കലും നിങ്ങൾ കാണിക്കാൻ പാടില്ലെന്നുള്ളതാണ്. കാരണം എന്ന് വെച്ചാൽ ശരിക്കും ഇതൊരു ഡെഡ് മണിയാണ്. ഇപ്പം നിങ്ങൾ ആലോചിക്കണം, ഞാൻ ഇത്ര സാധനങ്ങൾ മേടിച്ചു. അത് ലൈറ്റ് മേടിച്ചു, ലൈറ്റ് സ്റ്റാൻഡ് മേടിച്ചു, ട്രൈപോഡ് മേടിച്ചു, DSLR മേടിച്ചു, ഫോൺ മേടിച്ചു, ഇത്ര സാധനം മേടിച്ചു, അതായത് ജിമ്പിലും മേടിച്ചു. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഈ ഒരു എക്യുപ്മെൻറ്റ്സോ, അതായത് DSLR ഉപയോഗിക്കുന്ന ട്രൈപോഡ്, ജിമ്പലോ, ഫോണോ, ലൈറ്റ് സ്റ്റാൻഡോ ഞാൻ ഉപയോഗിക്കുന്നില്ല. കാരണം ഇതെല്ലാം ഡെഡ് മണിയായി. ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഗോപ്രോ മാത്രം. അതായത് ഗോപ്രോയ്ക്ക് ചെറിയൊരു ട്രൈപോഡുണ്ട്, അതും പിടിച്ചാണ് നമ്മൾ ഫുൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പുതിയതായിട്ട് ഏതെങ്കിലും യൂട്യൂബിൽ കടന്നു വരുന്ന ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ഒരു കാരണവശാലും മുടക്കരുതെന്നാണ് എൻ്റെ ഒരു അപേക്ഷ. അത് ശരിക്കും മണ്ടത്തരം തന്നെയാണ് കേട്ടോ. ശരിക്കും നിങ്ങൾക്കൊരു ഫോൺ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് നല്ലൊരു സ്മാർട്ട് ഫോൺ ഉണ്ടെങ്കിൽ ആ ഫോൺ ഉപയോഗിച്ച് മാത്രം നിങ്ങൾ വീഡിയോ ഷൂട്ട് ചെയ്യുക. നിങ്ങൾ നല്ല കണ്ടന്റ് ആണെങ്കിൽ വീഡിയോ കയറി അങ്ങ് വൈറലാവും. അതിന് DSLR വേണമെന്നോ അല്ലെങ്കിൽ ഗോപ്രോ വേണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പം എൻ്റെ ഒരു ചെറിയ ഉപദേശം നിങ്ങൾ സ്വീകരിക്കണം കേട്ടോ, ഉറപ്പായിട്ടും സ്വീകരിക്കണം. അതായത് ഞാൻ കാണിച്ചൊരു മണ്ടത്തരം ഒരിക്കലും നിങ്ങൾ കാണിക്കരുത്. അത് ഉറപ്പായിട്ടും വലിയൊരു അബദ്ധമായി തീരും. അപ്പോൾ നമുക്ക് മേടിക്കാം, അതായത് നമുക്കൊന്ന് ബെറ്റർ ആണോ എന്ന് നമുക്കൊന്ന് ബെറ്റർ ആകുന്നതിന് വേണ്ടി നമുക്ക് ഇതുപോലെ ക്യാമറ കാര്യങ്ങളെല്ലാം മേടിക്കാം. അത് യൂട്യൂബിൽ നിന്ന് നമുക്കൊരു ഏണിങ്സ് ഉണ്ടാവും, ഒരു വരുമാനം എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു. അത് വെച്ച് നമ്മൾ എക്യുപ്മെൻറ്റ് മേടിക്കുക, അങ്ങനെ ഡെവലപ്പ് ആവും. അല്ലാതെ ഒരു പുതിയ തുടക്കക്കാരനായ ഒരാളും ഇതുപോലൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യരുത്. അത് ശരിക്കും മണ്ടത്തരമാണ്. അപ്പോൾ എൻ്റെ ഒരു ഉപദേശം പുതിയതായിട്ട് വരുന്ന യൂട്യൂബേഴ്സിന് ഇഷ്ടപ്പെടും എന്ന് കരുതുന്നു. അതുകൊണ്ട് എൻ്റെ ഒരു എപ്പിസോഡ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ, ടാറ്റാ. നമ്മൾ വളക്കടവിലെത്തി. അവിടുത്തെ പ്രകൃതി ഭംഗിയെല്ലാം ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്ക് വട്ടം കയറാൻ പറ്റത്തില്ല. ഇത് മൊത്തം ശരിക്കും ചതുപ്പൊന്നുമില്ല. ശരിക്കും ആൾ താഴത്തേക്ക് ശരിക്കും താന്നു പോകും. അതൊന്നും ഒരു വട്ടം കയറാൻ പറ്റില്ല. അപ്പം നിങ്ങളിത് കാണുമ്പോൾ വിചാരിക്കും നേരെ ക്രോസ് കിടക്കാൻ മേലേന്ന് ചിലപ്പോൾ ചിന്തിക്കുമായിരിക്കും. പക്ഷേ നേരെ ക്രോസ് കിടക്കാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ വെള്ളം കയറി കിടന്ന സ്ഥലമാണല്ലോ. അതുകൊണ്ട് തന്നെ ഫുള്ള് ചതുപ്പൊന്നുമില്ല, നല്ലപോലെ താന്നു പോകും. അതുകൊണ്ട് നമ്മൾ ഇതിലേക്കൂടെ പോയി അവർ കുറച്ച് അപ്പുറത്തേക്ക് ചെന്നു. ഇപ്പം അതിനിടെ ജസ്റ്റ് കയറി കറങ്ങി നേരെ നമ്മളത് ആ ഒരു സ്പോട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അവിടുത്തെ ഒരു